അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനും പുറത്താക്കാനുമായി വ്യാപകമായി തന്നെ തെരച്ചിലുകളും അറസ്റ്റുകളും നാടുകടത്തലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലും അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം. ഇതിൻ്റെ ഭാഗമായി എറണാകുളം റൂറൽ എസ്.പിയുടെ നേതൃത്വത്തിൽ നടന്ന ഓപ്പറേഷൻ ക്ലീൻ റൂറലിൻ്റെ ഭാഗമായി നിരവധി ബംഗ്ലാദേശികളെ, അതായത് അനധികൃതമായി രേഖകളൊന്നും കൈവശം വെക്കാതെ എത്തിയ ബംഗ്ലാദേശികളെ പിടികൂടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു പെരുമ്പാവൂരിൽ നിന്ന് തസ്ലീമ നിഗം എന്ന് പറയുന്ന ബംഗ്ലാദേശ് സ്വദേശിനി പിടികൂടിയിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരം അനുസരിച്ചാണ് പെരുമ്പാവൂരും കോടനാടും നിന്ന് കൂടുതൽ പേർ പിടിയിലായത്. അതിനുശേഷം നടന്ന പരിശോധനയിൽ 5 പേർ പിടികൂടിയിരുന്നു. കോടനാട് നിന്നാണ് അവരെ പിടികൂടിയത്. പെരുമ്പാവൂർ, എടത്തല, കോടനാട് മേഖലകളിലാണ് ഇത്തരത്തിൽ ബംഗ്ലാദേശികൾ കൂടുതലായി എത്തിയിരിക്കുന്നത്. ഇവർ ബംഗ്ലാദേശിൽ നിന്നെത്തി കർണാടകത്തിൽ ബാംഗ്ലൂരിൽ വെച്ചാണ് ഇവരുടെ വ്യാജ രേഖകളും മറ്റും ചമയ്ക്കുന്നത്. അത്തരത്തിലാണ് ഇവിടെ എത്തിയത്. ഏതായാലും കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിലേക്ക് ഇതുപോലെ അനധികൃതമായി എത്തുന്ന ബംഗ്ലാദേശികളെ കുറിച്ച് കേന്ദ്രത്തിൻ്റെ വിവിധ ഏജൻസികൾ അവരുടെ നിരീക്ഷണത്തിലാണ്. NIA സമാന്തരമായ രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ഏതായാലും ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ അനധികൃതരായി കുടിയേറിയിരിക്കുന്ന ബംഗ്ലാദേശികളെ പുറത്താക്കുന്ന നടപടികൾ വളരെ വേഗത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആസാം, മഹാരാഷ്ട്ര, ദില്ലി തുടങ്ങിയ ഇടങ്ങളിൽ നിന്നൊക്കെ ഇതിനോടകം തന്നെ നൂറുകണക്കിന് ബംഗ്ലാദേശികളെ നാട് കടത്തിയിരുന്നു. കുറച്ചധികം ബംഗ്ലാദേശികളെ തടങ്കൽ പാളയത്തിലാണ്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി തന്നെ ചോദിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വന്നു. ഇവരെ ഇനിയും സംരക്ഷിച്ച് നിർത്തേണ്ടതുണ്ടോ, അവരെ എത്രയും പെട്ടെന്ന് നാട് കടത്താനുള്ള നടപടികൾ ആരംഭിക്കണമെന്ന് അസം സർക്കാരിനോട് പറയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കേരള പോലീസും അവരുടെ നടപടികളുമായി മുമ്പോട്ട് പോകുന്നത്. അനധികൃതരായി ഈ രാജ്യത്ത് കുടിയേറിയവരെ പുറത്താക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ കേരളത്തിലും അതിനുള്ള നടപടികൾ തുടങ്ങി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.